RCI വെബ്സൈറ്റിൽ നിന്ന് CRE പോയിന്റ് സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യം ഗൂഗിളിൽ RCI പോർട്ടൽ സെർച്ച് ചെയ്യുക. ഈ രജിസ്ട്രേഷൻ പോർട്ടൽ എന്ന സൈറ്റ് ഓപ്പൺ ആക്കുക. അതിനുശേഷം തുറന്നു വരുന്ന വിൻഡോയിലെ CRR രജിസ്ട്രേഷൻ എന്ന് സെലക്ട് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ വെൽക്കം ടു പോർട്ടൽ ഫോർ CRR രജിസ്ട്രേഷൻ, അതിനു താഴെയായിട്ട് രജിസ്ട്രേഷൻ ലോഗിൻ എന്ന് കാണാം. അതിലെ ആരോ ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ രജിസ്ട്രേഷൻ സൈൻ അപ്പ് എന്ന ഓപ്ഷനിലൂടെ പൂർത്തിയാക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ സാധിക്കുക. അതിൽ ലോഗിൻ വിത്ത് ഇമെയിൽ ID, ലോഗിൻ വിത്ത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് കാണാം. ഞാനിവിടെ ലോഗിൻ വിത്ത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ് ചെയ്യുന്നത്. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വഴി ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP മെസ്സേജ് ആയിട്ട് വരുന്നതായിരിക്കും. അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ക്യാപ്ച ഇമേജ് അതുപോലെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ RCIയുടെ ഡാഷ്ബോർഡ് തുറന്നു വരുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ CRR നമ്പർ, യൂസർ നെയിം, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, എക്സ്പയറി ഓഫ് രജിസ്ട്രേഷൻ എന്നിങ്ങനെയുള്ള വിവരങ്ങളെല്ലാം കാണാൻ സാധിക്കും. അതിനു താഴെ RCI രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവിധ ലിങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഡൗൺലോഡ് ഓതൻറ്റിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ്, പേഴ്സണൽ ഇൻഫോർമേഷൻ, ചെക്ക് CRE പോയിന്റ് സ്റ്റാറ്റസ്, ഡൗൺലോഡ് CRR കാർഡ്, അപ്ഡേറ്റ് പ്രസൻറ്റ് എംപ്ലോയർ, WHO സർട്ടിഫിക്കറ്റ് എന്നിവ നമുക്ക് കാണാം. അതിൽ ചെക്ക് CRE പോയിന്റ് സ്റ്റാറ്റസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിന് മുകളിലായിട്ട് കാണുന്ന പാനലിൽ ക്ലിക്ക് ചെയ്ത് ചെക്ക് CRE പോയിന്റ് സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ CRE പോയിന്റിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ്. CRE പോയിന്റ് സ്റ്റാറ്റസ് എന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴെയായി ഒരു പുതിയ വിൻഡോ തുറന്നു വരും. അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ആൻഡ് അഡ്രസ്, ടോപ്പിക്സ്, ഡേറ്റ് ഓഫ് CRE, ഡേയ്സ് ഓർ ഹവേഴ്സ്, പോയിൻറ്റ്സ്, ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസിൽ നമ്മൾ ഇതുവരെ ചെയ്ത പോയിൻറ്റ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുകളിലെ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പേജിൻ്റെ നെക്സ്റ്റ് പേജ് ഉണ്ടെങ്കിൽ അതും കൂടി കാണാൻ സാധിക്കും.